വയനാടിന് സാമ്പത്തിക സഹായം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ രാവിലെ 10:30-ക്കാണ് കൂടിക്കാഴ്ച. അടിയന്തര സഹായം ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാനത്തോടുള്ള അവഗണന കേന്ദ്ര സർക്കാർ തുടരുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. വയനാടിന്റെ നിലവിലെ സാഹചര്യം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ അറിയിക്കും. ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ദുരന്തബാധിത മേഖലകളിൽ മോദി സന്ദർശനം നടത്തിയിരുന്നു. ദുരന്തബാധിതരെ നേരിട്ടു കണ്ട പ്രധാനമന്ത്രി കൽപ്പറ്റയിൽ ചേർന്ന അവലോകന യോഗത്തിലും പങ്കെടുത്താണ് മടങ്ങിയത്. മൂന്നാം വട്ടവും മോദി പ്രധാനമന്ത്രിയായ ശേഷം ഇരുവരും ദില്ലിയിൽ നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ച കൂടിയാണ് ഇന്നത്തേത്. കൂടുതൽ വിവരങ്ങളുമായി നോബിൾ മാരിക്കാരൻ ചേരുന്നു. നോബിൾ, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളം ഇരിക്കുന്നത്. പ്രധാനമന്ത്രി മൂന്നാം വട്ടം തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം മുഖ്യമന്ത്രിയുമായി നടത്തുന്ന ആദ്യത്തെ ഔദ്യോഗിക കൂടിക്കാഴ്ചയാണ് ദില്ലിയിൽ. കേരളത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും വലിയ പ്രതീക്ഷയോടുകൂടി 2000 കോടിയുടെ പാക്കേജാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. കേരളം ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി നൽകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതനുസരിച്ച് കേരളം സമയമെടുത്തു തന്നെ വിശദമായ മെമ്മോറാണ്ടം തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. ആ 2000 കോടിയിലാണ് നമ്മളുടെയൊക്കെ പ്രതീക്ഷ. ഒരു നാടിനെ തിരിച്ചുപിടിക്കാനുള്ള വലിയ ശ്രമത്തിൽ കേന്ദ്രത്തിൻ്റെ ഈ സഹായം ആവശ്യവുമാണ്. ഇതുവരെ കേന്ദ്രം അതിതീവ്രമായ ദുരന്തത്തിൻ്റെ പട്ടികയിൽ L3-യിൽ പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഒരു വിമർശനമായി കേരളത്തിൽ പാർട്ടി ഉന്നയിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുക. പ്രതീക്ഷകളുണ്ടോ നോബിൾ? അരുൺ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ 10:30-നാണ് ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തുന്നത്. പ്രധാനമായും വയനാടിന് വേണ്ട ദുരിതാശ്വാസ നിധി തന്നെയാണ് പ്രധാന ആവശ്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2000 കോടി രൂപയുടെ നഷ്ടം വയനാടിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് സംസ്ഥാനത്തിലെ വിലയിരുത്തൽ. ആ തുക ആവശ്യപ്പെടും എന്ന കാര്യത്തിൽ ഇന്നിപ്പോൾ വ്യക്തതയുണ്ട്. പ്രധാനമായും ഇന്നിപ്പോൾ കൂടിക്കാഴ്ചയിൽ നിലവിലത്തെ വയനാട്ടിലെ സാഹചര്യം ഉൾപ്പെടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും എന്നാണ് വിവരം ഉള്ളത്. പ്രധാനമന്ത്രി അന്ന് നേരിട്ട് എത്തി തന്നെ ഈ മേഖലകളൊക്കെ സന്ദർശിക്കുകയും ജനങ്ങളെ നേരിൽ കാണുകയും അവരുടെ പ്രശ്നങ്ങളൊക്കെ അറിയുകയും ചെയ്തതാണ്. പക്ഷേ എങ്കിൽ പോലും അടിയന്തര സാമ്പത്തിക സഹായം എന്ന കേരളത്തിൻ്റെ ആവശ്യത്തിന് ഇപ്പോഴും പരിഗണന ലഭിച്ചിട്ടില്ല. അത് മാത്രമല്ല, നേരത്തെ അതിനുശേഷം പ്രളയം ഉണ്ടായ ത്രിപുരയ്ക്ക് 40 കോടി രൂപ അടിയന്തരമായി കേന്ദ്രം നൽകുകയും ചെയ്ത സാഹചര്യം ഉണ്ട്. എന്താണെങ്കിലും വയനാടിന് വലിയ രീതിയിൽ തന്നെ പുനരധിവസിപ്പിക്കാൻ പണം ആവശ്യമാണ്. അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ വെല്ലുവിളി കൂടിയുണ്ട് അത് കണ്ടെത്തുന്നതിന് വേണ്ടി. കാരണം 2000 കോടി രൂപ എന്ന് പറയുമ്പോൾ അത് വലിയ തുകയാണ്. ആ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ എന്താണെങ്കിലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ കൂടിക്കാഴ്ച എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി പദത്തിൽ നരേന്ദ്രമോദി 3-ാം തവണയും എത്തിയ ശേഷമുള്ള ദില്ലിയിലെ ആദ്യത്തെ കൂടിക്കാഴ്ച എന്ന പ്രത്യേകത കൂടി ഇതിന് ഉണ്ട്. എന്താണെങ്കിലും ഇന്നിപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക നിവേദനം നേരത്തെ തന്നെ ചീഫ് സെക്രട്ടറി വഴി കേന്ദ്രത്തിൽ സമർപ്പിച്ചതാണ്. പക്ഷേ അപ്പോഴും ഈ തുക വൈകുന്നു, അല്ലെങ്കിൽ അടിയന്തര സഹായം വൈകുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ തന്നെ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് ദേശീയ ദുരന്തമായി തന്നെ ഈ വയനാട് ദുരന്തത്തെ പ്രഖ്യാപിക്കണം എന്നുള്ളതായിരുന്നു. കേരളത്തിലുള്ള MP-മാർ അടക്കം അന്ന് ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ സജീവമായി ചർച്ചകൾ നടത്തിയതാണ് കേന്ദ്ര സർക്കാരുമായി. പക്ഷേ എങ്കിൽ പോലും ഒരു അടിയന്തര തീരുമാനം ഇതിൽ ഉണ്ടാകാത്തതാണ് ഇപ്പോഴും പ്രതിസന്ധി. എന്താണെങ്കിലും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യങ്ങളിൽ ഒരു അടിയന്തര തീരുമാനം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. പ്രധാനമന്ത്രിയെ കൃത്യമായി തന്നെ കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കൃത്യമായി തന്നെ അവതരിപ്പിക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രി തീരുമാനം എന്ന് അറിയാൻ കഴിയും. അതോടൊപ്പം തന്നെ ഓണം വരികയാണ്. ആ സാഹചര്യത്തിൽ കടമെടുപ്പ് പരിധി അടക്കമുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ ഭക്ഷ്യധാന്യ വിതരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വേണ്ട സഹായവും കേന്ദ്രത്തിൽ നിന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടും എന്ന വിവരമാണ് ഇന്നിപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും 10:30 തന്നെ കൂടിക്കാഴ്ച നടക്കും. വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ കൂടിക്കാഴ്ച എല്ലാവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ വിജയകരമായ കൂടിക്കാഴ്ചയാണെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ ആ പ്രഖ്യാപനം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് അടിയന്തരമായ സാമ്പത്തിക സഹായത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയും നമുക്ക് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കാം. അരുൺ, നോബിൾ മാരിക്കാരനാണ് നമുക്കൊപ്പം ചേർന്നത്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ബീഹാറിലെ പ്രളയത്തിലും ആന്ധ്രാപ്രദേശിൻ്റെ പ്രളയത്തിലുമൊക്കെ സർക്കാർ പ്രഖ്യാപിച്ച ദുരിതാശ്വാസ സഹായം അത്രയും ഇല്ലെങ്കിൽ പോലും 2000 കോടി 1250 കോടി എന്നാണ് സർക്കാർ തന്നെ ആദ്യഘട്ടത്തിൽ പ്രളയത്തിൽ ഈ ഉരുൾപൊട്ടലിൽ നാശനഷ്ടമുണ്ടായതെന്നാണ് വിലയിരുത്തിയത്. പക്ഷേ പിന്നീട് വിശദമായി പഠിച്ചപ്പോഴാണ് അത്രയുമൊന്നുമല്ല, അതിലൊന്നും നിൽക്കില്ല, അതിനേക്കാളും അപ്പുറമാണ് എന്ന് മനസ്സിലാക്കുന്നതും മെമ്മോറാണ്ടം വളരെ വിശദമായി പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് സംസ്ഥാനം ചീഫ് സെക്രട്ടറി തയ്യാറാക്കുന്നതും. ആ മെമ്മോറാണ്ടം കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത്. ഇന്ന് 10:30-നാണ് കൂടിക്കാഴ്ച. അതിനുശേഷം ഒരുപക്ഷെ പ്രധാനമന്ത്രി ഈ പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് നമ്മൾ കരുതുന്നു. 2000 കോടിയെങ്കിലും ഇല്ലാതെ ആ പ്രദേശത്തെ നമുക്ക് ഒന്ന് പുനർനിർമ്മിച്ചെടുക്കാൻ കഴിയില്ല. അത് പ്രധാനമന്ത്രി നേരിട്ട് കണ്ടറിഞ്ഞതാണ്. തീർച്ചയായും അത് ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്.